പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ലയോള ബ്ലോഗ് യൂട്യൂബ് ചാനലിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി പരീക്ഷയ്ക്കുള്ള ഒരുക്കത്തിനിടയിൽ ഓരോ ചാപ്റ്ററിലെയും വളരെ പ്രധാനപ്പെട്ട, ഒരിക്കലും നിങ്ങൾ പഠിക്കുമ്പോൾ വിട്ടുപോകാൻ പാടില്ലാത്ത പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതിനെല്ലാം ഡീറ്റെയിൽ ആയ ക്ലാസ്സുകൾ നേരത്തെ ഞാൻ സയൻസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ മുമ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സുകൾ കാണാത്തവർക്കായി, അതായത് ഓരോ ചാപ്റ്ററിന്റെയും വിശദമായ പാഠഭാഗങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ പാഠഭാഗങ്ങളുടെയും ലിങ്കുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദീകരണം ആഗ്രഹിക്കുന്നവർക്ക് ആ ലിങ്കുകളിലൂടെ ആ പാഠഭാഗങ്ങൾ പഠിക്കാവുന്നതാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക. പാഠഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്ന ചാപ്റ്റർ, റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ക്രിയാശീല ശ്രേണി തന്നെയാണ്, റിയാക്ടിവിറ്റി സീരീസ് തന്നെയാണ്. നമുക്കറിയാം, വ്യത്യസ്തങ്ങളായ ലോഹങ്ങളെ, മെറ്റൽസിനെ, അവയുടെ റിയാക്ടിവിറ്റി, അവയുടെ ക്രിയാശീലം, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാനുള്ള അവയുടെ കഴിവ്, ആ കഴിവ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന രൂപത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു ശ്രേണിയാണ്, പട്ടികയാണ് ക്രിയാശീല ശ്രേണി, റിയാക്ടിവിറ്റി സീരീസ്. അതായത് ഈ സീരീസിൽ, ഈ ശ്രേണിയിൽ ഏറ്റവും മുകളിൽ ആരുണ്ടാവുക? ക്രിയാശീലം ഏറ്റവും കൂടിയ ആളുണ്ടാവും, അഥവാ ഏറ്റവും വേഗത്തിൽ തീവ്രമായി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ആളുണ്ടാവും. നമുക്കറിയാം, അത് പൊട്ടാസ്യമാണ്. ഇവിടെ താഴേക്ക് ഇങ്ങനെ പോണനുസരിച്ച് ക്രിയാശീലം വളരെയധികം കുറഞ്ഞ ലോഹങ്ങളാണ് ഏറ്റവും താഴെ ഉണ്ടാവുക. ഏറ്റവും താഴെ നമ്മളെ ശ്രേണിയിലുള്ളത് ആരാണ്? സ്വർണമാണ്, ഗോൾഡാണ്, അല്ലെ? അപ്പോ നമുക്കറിയാം, തുറന്നു വെക്കാൻ പറ്റൂല, വെള്ളത്തിൽ വെക്കാൻ പറ്റൂല. അതുകൊണ്ട് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന 2 ലോഹങ്ങളാണ് ഏറ്റവും മുകളിലുള്ള പൊട്ടാസ്യവും സോഡിയവും. ഏറ്റവും ക്രിയാശീലം കുറഞ്ഞതുകൊണ്ട് തന്നെ പ്രകൃതിയിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് സ്വർണവും പ്ലാറ്റിനവും എല്ലാം. പ്ലാറ്റിനം സീരീസിൽ ഇല്ലെങ്കിലും പ്ലാറ്റിനം എന്ന് പറയുന്ന ലോഹവും ഏറ്റവും ക്രിയാശീലം കുറഞ്ഞ ലോഹമാണ്. അപ്പൊ ആദ്യം ആ ക്രമം പഠിക്കും. നിങ്ങൾ സ്കൂളിലൊക്കെ പല കോഡുകൾ ഉപയോഗിച്ചും ആ ശ്രേണി പഠിച്ചിട്ടുണ്ടാവും. ആ ശ്രേണി അങ്ങനെ തന്നെ നിൽക്കട്ടെ. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ 4 ടോപ്പിക്കുകളിൽ 3 ടോപ്പിക്കുകളും ഈ സീരീസിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ സീരീസ് എന്താണ്, ഇതിന്റെ ക്രമം പഠിച്ചാൽ വളരെ ഈസി, നമുക്ക് ആദ്യത്തെ 3 ടോപ്പിക്കും പഠിക്കാൻ പറ്റുന്ന അർത്ഥം. പിന്നെയുള്ള ലാസ്റ്റ് ടോപ്പിക്കിൽ മാത്രമാണ് സീരീസിന്റെ ആവശ്യം അത്ര തന്നെ ഇല്ലാത്തത്. ആദ്യമായി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ലോഹങ്ങൾ ജലവുമായുള്ള പ്രവർത്തനമാണ്. റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് വാട്ടർ. ലോഹങ്ങള് ജലത്തിലിട്ട് കഴിഞ്ഞാൽ ജലവുമായി പ്രവർത്തിക്കുകയും ആ ലോഹങ്ങളുടെ മെറ്റൽസിന്റെ ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം OH അവസാനിക്കുക. അപ്പൊ NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ്, OH അവസാനിച്ച ഹൈഡ്രോക്സൈഡ് എന്ന് വായിക്കുക. അപ്പൊ ലോഹങ്ങളുടെ ഹൈഡ്രോക്സൈഡുകളും ഹൈഡ്രജൻ വാതകവും ഉണ്ടാവും. അപ്പൊ ജലവുമായിട്ട് ലോഹങ്ങൾ പ്രവർത്തിച്ചാൽ സ്വതന്ത്രമാകുന്ന വാതകം ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. ഈ ജലവുമായിട്ട് മാത്രമല്ല, ആസിഡുമായിട്ട് ലോഹങ്ങൾ പ്രവർത്തിച്ചാലും, മെറ്റൽസ് റിയാക്ട് ചെയ്താലും സ്വതന്ത്രമാകുന്ന വാതകം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ തന്നെയാണ്. അപ്പോ ഇവിടെ ആദ്യം ഈ ജലവുമായുള്ള പ്രവർത്തനത്തിന്റെ ഭാഗത്ത് ഒന്നുമില്ല, നമുക്കൊരു 3-4 ലോഹങ്ങൾ തരും. എന്നിട്ട് പറയും ഇവയെ ജലവുമായുള്ള പ്രവർത്തന ശേഷി അല്ലെങ്കിൽ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്ന ക്രമത്തിലോ കൂടിയ ക്രമത്തിലോ, ജലവുമായിട്ട് ആരാണ് ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കുക? തന്നിട്ടുള്ള ആ ലോഹങ്ങളിൽ, ആ മെറ്റൽസിൽ ആർക്കാണോ ക്രിയാശീലം, റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ, അവർ വേഗം പ്രവർത്തിക്കും. പിന്നെ ശ്രേണിയിൽ ആരാണോ താഴെ ഉള്ളത്, തന്നിരിക്കുന്ന ഉദാഹരണങ്ങളിൽ ആരാണ് താഴെ ഉള്ളത്, അപ്പൊ അങ്ങനെ ആ ക്രമത്തിൽ എഴുതുക. വലുതിന് നേരെ ഈ ചിഹ്നം ഇടുക. നമുക്കറിയാം ചിഹ്നം, അല്ലെ? ഇപ്പോ പൊട്ടാസ്യമാണ് വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നു, അപ്പൊ പൊട്ടാസ്യത്തിന് നേരെ ഈ ചിഹ്നം. പിന്നെ Na, അല്ലെ? ഇതാണ് കുറഞ്ഞു വരുന്ന ക്രമം. കുറഞ്ഞു വരുന്ന ക്രമം എഴുതുമ്പോൾ അങ്ങനെയാണ് ചിഹ്നം ഇടുക. ഓക്കെ, കുറഞ്ഞു വരുന്ന ക്രമം എന്ന് പറയുമ്പോൾ ആദ്യം ഏറ്റവും കുറഞ്ഞതല്ല. ചില ആൾക്കാർ അങ്ങനെ തെറ്റിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. കുറഞ്ഞു വരുന്ന ക്രമം ചോദിച്ചാൽ ആദ്യം കൂടിയത് എഴുതണം, എന്നാലേ കുറഞ്ഞതിലേക്ക് പോകാൻ പറ്റുള്ളൂ. കൂടി വരുന്ന ക്രമം എഴുതാൻ പറഞ്ഞാൽ, അസെൻഡിങ് ഓർഡർ എഴുതാൻ പറഞ്ഞാൽ ഏറ്റവും ആദ്യം കൂടിയതല്ല എഴുതുക, ഏറ്റവും ആദ്യം കുറഞ്ഞത് എഴുതുക, എന്നാലേ ഇങ്ങനെ കൂടിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ജലവുമായുള്ള പ്രവർത്തനം കഴിഞ്ഞാൽ പിന്നെ വായുവുമായുള്ള പ്രവർത്തനം.
വായുവുമായുള്ള പ്രവർത്തനം പറയുമ്പോൾ ലോഹദ്യുതി എന്ന വാക്ക് അറിയണം. മെറ്റാലിക് ലെസ്റ്റർ, ലോഹങ്ങൾ അവയുടെ പുതുതായി മുറിച്ച ഭാഗത്ത് തിളക്കണ്ടാവും. ഷൈനിങ് അപ്പിയറൻസ് ഓൺ ഫ്രഷ്ലി കട്ട് പാർട്ട് ഓഫ് മെറ്റൽ, അതിനെയാണ് മെറ്റാലിക് ലെസ്റ്റർ അഥവാ ലോഹദ്യുതി എന്ന് വിളിക്കാറുള്ളത്. ഈ ലോഹദ്യുതി അഥവാ ഈ തിളക്കം കുറച്ച് സമയം കഴിഞ്ഞാൽ നഷ്ടപ്പെടും. ആരുടെ തിളക്കമാണ് വേഗം നഷ്ടപ്പെടുക? ആർക്കാണ് ഏറ്റവും കൂടുതൽ അവരുടെ റിയാക്ടിവിറ്റി, ക്രിയാശീലം ഏറ്റവും കൂടുതൽ ആരാണ് അവരുടെ തിളക്കം വേഗം നഷ്ടപ്പെടും. സോഡിയം മുറിച്ചു, അതേപോലെ ചെമ്പ് കോപ്പറും മുറിച്ചു. രണ്ടാൾക്കും മുറിച്ചപ്പോൾ നല്ല തിളക്കമുണ്ട്. ആരെ തിളക്കാണ് വേഗം നഷ്ടപ്പെടുക? സോഡിയത്തിന്റെ. കാരണം സോഡിയത്തിന്റെ ക്രിയാശീലമാണ്, റിയാക്ടിവിറ്റിയാണ് കൂടുതൽ. സോഡിയമാണ് ശ്രേണിയിൽ മുകളിൽ, കോപ്പർ കുറെ താഴെയാണ്. ഓക്കെ, ഇങ്ങനെ ചോദിക്കുകയാണ് എന്തുകൊണ്ട് വരെ തിളക്കം നഷ്ടപ്പെടുന്നു? എന്താ പറയാ? ഈ ലോഹങ്ങള്, മെറ്റൽസ്, അന്തരീക്ഷത്തിലുള്ള ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ അഥവാ ജലം, 3 കാര്യങ്ങൾ കേട്ടോ. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവയുമായി പ്രവർത്തിച്ച് അവയുടെ സംയുക്തങ്ങളായി മാറുന്നത് കൊണ്ട്, മെറ്റാലിക് കോമ്പൗണ്ട്സ് ആയി മാറുന്നത് കൊണ്ട് ആണ് അവരുടെ തിളക്കം നഷ്ടപ്പെടുന്നത്. അങ്ങനെ ആ കോമ്പൗണ്ടിന്റെ ഒരു ആവരണം അതിന്റെ പുറത്തുണ്ടാവും. അപ്പോഴാണ് അവരുടെ തിളക്കം നഷ്ടപ്പെടുന്നത്. ഇവിടെ ഓക്സിജനുമായിട്ട് മഗ്നീഷ്യം പ്രവർത്തിക്കുന്നതിന്റെ ഒരു ഇക്വേഷൻ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മറക്കരുത്, Mg+O2 എന്ന് പറഞ്ഞു. മഗ്നീഷ്യവും ഓക്സിജനും കൂടി ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവും, MgO. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള റിയാക്ഷൻസ് അങ്ങനെ പഠിക്കുക. ടെക്സ്റ്റ് കൊടുത്തുള്ള റിയാക്ഷൻ, അല്ലാതെ ഒരേ റിയാക്ഷൻ പഠിക്കേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് കൊടുത്ത് ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, ടെക്സ്റ്റിൽ കൊടുത്തുള്ള റിയാക്ഷൻസേ ചോദിക്കാറുള്ളൂ. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ടെക്സ്റ്റിൽ കൊടുക്കാത്ത പല ഗൈഡുകളിലും മറ്റൊക്കെ ഉള്ള കുറെ സമവാക്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് കുറെ ഇങ്ങനെ ഉള്ളിലേക്ക് ആവാഹിച്ച് ആകെ കൂടെ വീർത്ത് ഇങ്ങനെ ഇതാകുന്ന ആകെ പ്രശ്നമാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ടെക്സ്റ്റ് ആണ് നിങ്ങളുടെ ഗൈഡ്, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തോ ഉള്ളൂ. അപ്പൊ ആ സമവാക്യം ഓർക്കുക. ക്രമം ചോദിച്ചാൽ ആരുടെ തിളക്കം നഷ്ടപ്പെടുന്നതിന്റെ ആരോഹണ ക്രമം, അവരോഹണ ക്രമം ഒക്കെ അറിയാലോ. ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ കൂടി വരിക, അവരോഹണം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരുന്ന ക്രമം. ഒക്കെ ശ്രേണി അടിസ്ഥാനമാക്കി എഴുതാം. ആരുടെ തിളക്കം വേഗം നഷ്ടപ്പെടും? ശ്രേണിയിൽ ഏറ്റവും മുകളിലുള്ളത്. മൂന്നാമത്തത് ലോഹങ്ങളും ആസിഡുമായുള്ള പ്രവർത്തനം. നേരത്തെ പറഞ്ഞു, ഏത് ലോഹവും ആസിഡുമായി പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാവും. എന്നാൽ ആസിഡുമായി പ്രവർത്തിക്കാൻ കഴിയാത്തത് ആർക്കാണ്? നമ്മുടെ ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജന് താഴെ 3 ആൾക്കാരുണ്ട്. ആരൊക്കെയെന്നറിയോ? കോപ്പർ, സിൽവർ, ഗോൾഡ്. ഓക്കെ, ഈ ഹൈഡ്രജന് താഴെ വരുന്ന കോപ്പർ, സിൽവർ, ഗോൾഡ്, ഈ 3 ആളുകൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല? ആസിഡുമായി പ്രവർത്തിക്കാൻ പറ്റൂല. ആസിഡിൽ നിന്നും ഹൈഡ്രജനെ ആദേശം ചെയ്യാൻ കഴിയില്ല. ദേ cannot displace hydrogen from acids. അങ്ങനത്തെ ചോദിക്കൂട്ടോ. ചില ലോഹങ്ങൾ താഴെ കൊടുക്കും, ചില മെറ്റൽസ് താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ ആർക്കൊക്കെയാണ് ആസിഡിൽ നിന്നും ഹൈഡ്രജനെ ആദേശം ചെയ്യാൻ കഴിയാത്തത്? അപ്പൊ അതിൽ ഹൈഡ്രജന് താഴെയുള്ള 3 ആൾക്കാർ മറക്കരുത്, കോപ്പർ, സിൽവർ, ഗോൾഡ്. അവർക്കാണ് ആസിഡിൽ നിന്നും ഹൈഡ്രജനെ ആദേശം ചെയ്യാൻ കഴിയാത്തത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നത് ആദേശ രാസപ്രവർത്തനം. സെക്കൻഡ് ടോപ്പിക് ആണത്, ആദേശ രാസപ്രവർത്തനം, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ആദേശ രാസപ്രവർത്തനം, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻ എന്താ? ഇതിപ്പോ ഒരു മെറ്റൽ റോഡാണെന്ന് എഴുതുക, ഒരു ലോഹത്തിന്റെ ദണ്ഡാണ്, മഗ്നീഷ്യത്തിന്റെ ഒരു ദണ്ഡാണെന്ന് എഴുതുക. ഞാൻ ഈ മഗ്നീഷ്യത്തിന്റെ ദണ്ഡ് ക്രിയാശീല ശ്രേണിയിൽ റിയാക്ടിവിറ്റി സീരീസിൽ ഇതിനേക്കാളും ക്രിയാശീലം കുറഞ്ഞ മറ്റൊരു ലോഹത്തിന്റെ ലവണത്തിന്റെ ലായനിയിൽ മുക്കി വെക്കുന്നു. ലോഹത്തിന്റെ ലവണ ലായനി, സാൾട്ട് സൊല്യൂഷൻ ഓഫ് അനദർ മെറ്റൽ. ഇപ്പൊ കോപ്പറിന്റെ ഒരു ലവണമാണ് കോപ്പർ സൾഫേറ്റ്, സിങ്കിന്റെ ഒരു ലവണമാണ് സിങ്ക് സൾഫേറ്റ്, സിൽവറിന്റെ ഒരു ലവണമാണ് AgNO3, സിൽവർ നൈട്രേറ്റ്. അപ്പൊ അതിന്റെ ലായനി ആവുമ്പോൾ കോപ്പർ സൾഫേറ്റ് ലായനി, സിങ്ക് സൾഫേറ്റ് ലായനി, AgNO3 സിൽവർ നൈട്രേറ്റ് ലായനി. അപ്പോ ഈ മുക്കി വെച്ചിട്ടുള്ള ലോഹദണ്ഡ്, അത് വെച്ചിരിക്കുന്ന ലായനിയിൽ ഏത് ലോഹത്തിന്റെ ലവണമാണോ അത്, ആ ലോഹത്തിന് ഈ മുക്കി വെച്ച ദണ്ഡിനേക്കാൾ ക്രിയാശീലം കുറവായാലേ, റിയാക്ടിവിറ്റി കുറവായാലേ എന്ത് നടക്കുള്ളൂ? ആദേശ രാസപ്രവർത്തനം, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുള്ളൂ. എങ്ങനെ? മുക്കി വെച്ച മെറ്റൽ റോഡ്, ലോഹദണ്ഡ്, അതിന് താഴെയുള്ള ലായനിയേക്കാൾ ക്രിയാശീലം കൂടുതലാണ് മുക്കി വെച്ച ആൾക്ക്, താഴെയുള്ള ആൾക്ക് കുറവായിരിക്കണം അല്ലെ? എന്നാലല്ലേ സ്ട്രോങ് ഉള്ള ആൾക്ക് സ്ട്രോങ് കുറഞ്ഞ ആൾ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആലോചിക്കാം.
അപ്പോൾ മാത്രമേ ആദേശരാസ പ്രവർത്തനം നടക്കുള്ളൂ. നേരെ തിരിച്ചൊക്കെ തരും എക്സാമിന്. ഇപ്പൊ കോപ്പർ ദണ്ട് ZnSO4 ലായനിയിൽ മുക്കി വെച്ചിരിക്കുന്നു. കോപ്പർ ദണ്ട് ZnSO4 ലായനി. ആർക്കാ ക്രിയാശീലം കൂടുതൽ? ഈ മുക്കി വെച്ച കോപ്പറിനാണോ താഴെയുള്ള Znനാണോ? Znനാണ്, താഴെയുള്ള ലായനിക്കാണ്. അപ്പോ ആ താഴെയുള്ള ലായനിയിൽ നിന്നും ഈ കോപ്പറിന് അതിനേക്കാൾ ക്രിയാശീലം കൂടിയ Zn ആദേശം ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ആദേശരാസ പ്രവർത്തനം അവിടെ നടക്കില്ല. ഓക്കെ, അപ്പൊ നടക്കോ അല്ലേ? എന്തുകൊണ്ട് നടക്കില്ല ഒക്കെ ചോദിക്കാറുണ്ട്. മറക്കരുത് കേട്ടോ എഴുതുന്ന കാര്യം. ഒരിക്കലും ഇതിന് റീസൺ എഴുതുമ്പോ മുക്കി വെച്ച ആള് അത് ശ്രേണിയിൽ മുകളിലാണെന്നും താഴെയുള്ള ആള് ശ്രേണിയിൽ താഴെയാണെന്നും ആ ശ്രേണി വെച്ച് നിങ്ങൾ ആൻസർ എഴുതരുത്. ശ്രേണി വെച്ച് എന്തിനടിസ്ഥാന ശ്രേണി ഉണ്ടാക്കിയിട്ടുള്ളത്? ക്രിയാശീലത്തിന്റെ റിയാക്ടിവിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് മുക്കി വെച്ച അല്ലെങ്കിൽ കോപ്പറിനെ സിങ്കിനേക്കാൾ ക്രിയാശീലം കുറവായത് കൊണ്ട് കോപ്പറിന് സിങ്കിനെ ആദേശം ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് കേട്ടോ. ഇനി ആദേശരാസ പ്രവർത്തനം നടക്കുന്നതിന്റെ സമവാക്യം എഴുതാൻ പറയും. വളരെ എളുപ്പമല്ല സമവാക്യം. കാണാ പഠിച്ച ഒരാളും തന്നെ ആ സമവാക്യം എഴുതാൻ പോകരുത്. ഇവിടെ എന്തിനാ കാണാൻ പഠിക്കണം? ഇപ്പൊ ഞാൻ Zn ദണ്ട് ഇവിടെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് നോക്കൂ. ഒന്ന്, CuSO4 ലായനിയിൽ Zn ദണ്ട്, Zn റോഡ് ഇൻ CuSO4 ലായനി. ഇവിടെ നടക്കുന്ന ആദേശരാസ പ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതാൻ പറഞ്ഞാൽ, ഇക്വേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ എത്ര എളുപ്പ. ആരെ മുക്കി വെച്ചത്? ഇവിടെ Znനെ മുക്കി വെച്ചു. എന്തിൽ മുക്കി വെച്ചു? CuSO4 ലായനി. CuSO4 ആദേശം ചെയ്യണം. Cu ഇങ്ങോട്ട് വരിക, Zn അങ്ങോട്ട് പോവുക. അപ്പൊ Cu ഇങ്ങോട്ട് വന്നു, Zn അങ്ങോട്ട് പോയി. ഇത്രയല്ലേ ഉള്ളൂ ആദേശരാസ പ്രവർത്തനത്തിന്റെ സമവാക്യം. ഇവിടെ എന്താ കാണാൻ പഠിക്കേണ്ടത്? ഒന്നും കാണാൻ പഠിക്കാനില്ല. എഴുതുന്ന രീതി എങ്ങനെ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ഇനി അയോണുകൾ വ്യക്തമാക്കുന്ന സമവാക്യം എഴുതണം. അയോണുകൾ വ്യക്തമാക്കുന്ന സമവാക്യം അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒറ്റക്ക് നിൽക്കുന്നത് ആരായാലും അവരുടെ ചാർജ് ഇല്ല. അവർക്ക് ഇതാ Cu ഒറ്റക്ക് നിൽക്കുന്നു, Zn ഒറ്റക്ക് നിൽക്കുന്നു, ചാർജ് ഇല്ല. ഒറ്റക്ക് നിൽക്കുന്ന ഒരു ആറ്റമാണ്, അയോണല്ല. അടുത്തത് SO4 ചാർജ് മൈനസ് ആണ്, Cu ചാർജ് +2 ആണ്. SO4 -2, Zn +2. ഇതാണ് അയോണുകൾ വ്യക്തമാക്കുന്ന സമവാക്യം. ഇക്വേഷൻ ഷോയിങ് നാച്ചർ ഓഫ് അയോൺസ് ചോദിച്ചാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി ഓക്സീകരണത്തിന്റെ സമവാക്യം, നിരോക്സീകരണത്തിന്റെ സമവാക്യം, ഓക്സിഡേഷന്റെയും റിഡക്ഷന്റെയും സമവാക്യം. ഈ മുക്കി വെച്ച ആൾക്കാണല്ലോ ക്രിയാശീലം കൂടുതൽ. ക്രിയാശീലം കൂടിയ റിയാക്റ്റീവ് കൂടിയ വേഗം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അവർക്കതൊരു വിഷയമല്ല, അങ്ങനെ മനസ്സിലാക്കുക. അവര് ശക്തി കൂടിയവരാണ്, ക്രിയാശീലം കൂടിയവരാണ്, അവർ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പോ ആരാണ് ഇവിടെ ക്രിയാശീലം കൂടിയത്? Zn Cu നോക്കുമ്പോ Zn അല്ലേ? Zn ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്നു. Zn ഉടൻ ആരോമാർക്ക് വിട്ടുകൊടുത്താൽ പ്ലസ് ചാർജ് കിട്ടും. 2 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്നു, അതുകൊണ്ട് 2+. ഇതാണ് ഇവിടെ നടക്കുന്ന ഓക്സീകരണത്തിന്റെ ഓക്സിഡേഷന്റെ സമവാക്യം. ഇനി ലായനിയിലുള്ള ക്രിയാശീലം കുറഞ്ഞ കോപ്പറിന്റെ അയോണുകളാണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്. അവരെ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു, കോപ്പർ ആറ്റമായി തീരുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലായനിയുടെ നിറം ഒക്കെ ഓർക്കണം. കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറം എന്താ? നീല നിറമാണ്. കോപ്പർ സൾഫേറ്റ് ലായനിയിൽ Zn ദണ്ട് മുക്കി വെച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? നിരീക്ഷണം എന്താണ്? കോപ്പർ സൾഫേറ്റ് ലായനിയിൽ നിന്നും കോപ്പർ ഇങ്ങോട്ട് വന്നു. കോപ്പറിന് വരേണ്ട ആദേശം ചെയ്താൽ കോപ്പർ വന്നിട്ട് ഈ മുക്കി വെച്ച Zn റോഡിന്റെ പുറത്ത്, ദണ്ടിന്റെ പുറത്ത് കോപ്പർ ആറ്റമായിട്ട് അടിഞ്ഞുകൂടുകയാണ്. അതുകൊണ്ട് കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറം കുറയുന്നു. കാരണം കോപ്പർ സൾഫേറ്റ് ലായനിക്ക് നീല നിറം കൊടുത്തിരുന്നത് അതിലുള്ള Cu2+ അയോണുകളായിരുന്നു. ആ അയോണുകളെ സിങ്ക് ആദേശം ചെയ്തു. അതുകൊണ്ട് നീല നിറം കുറഞ്ഞു. ഇനി സിങ്കിന്റെ നിറം എന്തായി മാറും? അത് ഓർക്കണം. നമുക്കറിയാം, കോപ്പർ കമ്പി കണ്ടില്ല നിങ്ങള്? വയറിനകത്ത്, ഇലക്ട്രിക് വയറിനകത്ത് എന്താണ് പറയാ? ഒന്ന് ഈ ചുവപ്പ് നിറന്നോ തവിട്ട് നിറന്നോ പറയാം. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ സിങ്ക് ഉണ്ടല്ലോ, ആ സിങ്ക് തവിട്ട് നിറമായിട്ട് മാറും. കാരണം അതിന് പുറത്ത് ആരും ഒന്ന് പറ്റി പിടിച്ചു? കോപ്പർ വന്ന് പറ്റി പിടിച്ചു. അപ്പൊ ആ നിരീക്ഷണം ശ്രദ്ധിക്കാം. ടെക്സ്റ്റിലുള്ള അടുത്തത് AgNO3 ലായനിയിൽ Cu ദണ്ട്. AgNO3 ലായനിയിൽ Cu ദണ്ട്. Ag വരുന്ന ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ സമവാക്യം എഴുതട്ടെ. AgNO3 ലായനിയിൽ Cu ദണ്ട്. Cu റോഡ് ഇൻ AgNO3 സൊല്യൂഷൻ. Cu പ്ലസ് AgNO3 gives Ag ഇങ്ങോട്ട് പോകുന്നു, C അങ്ങോട്ട് പോകുന്നു. Ag ഇങ്ങോട്ട് പോകുന്നു, Cu അങ്ങോട്ട് പോകുന്നു, അല്ലെ? ഈ സമവാക്യത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്.
ഞാൻ സിമ്പിൾ ആയി പറഞ്ഞാൽ അങ്ങനെ പറയാട്ടോ. അതായത് ഏജ് എവിടെ ഉണ്ടോ അവിടെ ഒരു 2 കൊണ്ട് നിങ്ങൾ ഗുണിക്കേണ്ടി വരും. ഏജ് ഉള്ള ഭാഗത്തൊക്കെ 2 കൊണ്ട് ഗുണിക്കേണ്ടി വരും. ഒന്ന് ഇടാൻ മറക്കരുത്. രണ്ടാമത്തത് NO3 കൂടെ CU വന്നു കഴിഞ്ഞാൽ ഏജ് അല്ലാത്ത ആരെങ്കിലും ZnSC ഒക്കെ വന്നു കഴിഞ്ഞാൽ NO3 ബ്രാക്കറ്റ് താഴെ 2 ഇടാൻ മറക്കരുത്. എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ്? ഇവിടെ Agയുടെ ചാർജ് +1 NO3യുടെ ചാർജ് -1 SO4 -2 ആണെങ്കിൽ നൈട്രേറ്റ് ലവണങ്ങൾക്ക്, നൈട്രേറ്റ് അയോണിന് -1 ചാർജ്, Agയുടെ +1. നിങ്ങൾ പഠിച്ചിട്ടില്ലേ ആദ്യ ചാപ്റ്ററിൽ 2 മൂലകങ്ങൾ തന്ന് അവ ചേർന്നുണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതാൻ പറഞ്ഞപ്പോ എയുടെ സംയോജകത എടുത്ത് നിങ്ങൾ ബിയുടെ ചുവട്ടിലിട്ടു, ബിയുടെ സംയോജകത നിങ്ങൾ എയുടെ ചുവട്ടിലിട്ടു അല്ലെ? അതുപോലെ ഇവിടെ Agയുടെ സംയോജകത +1 ചാർജ് ഉള്ളവരുടെ സംയോജകത വാലൻസ് ചോദിച്ചാൽ 1 +1 അത് 1, -1 ഉള്ള ആളുടെ വാലൻസ് അതും 1 തന്നെ. അപ്പൊ 2 കൂട്ടർ 1 ആണ്. അതുകൊണ്ട് താഴെ 1 ഇടേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ CUവിന്റെ ചാർജ് എത്രയാണ്? 2+ ചാർജ് ഉള്ളവരല്ലേ? NO3യുടെ ചാർജ് -1 ആണ്. ആ 1 CUവിന്റെ ചോട്ടിലിട്ടു. CUവിന്റെ 2 ആര് ചോട്ടിലിടണം? NO3യുടെ ചോട്ടിലിടണം. ഇവിടെ 2 ആളും 1 ആയിരുന്നു, അതുകൊണ്ട് താഴെ സംഖ്യ ഇല്ല. എന്നാൽ ഇവിടെ CU 2 ആണ്, അത് NO3യുടെ ചോട്ടിലുണ്ടാവും. NO3 1 ആണ്, CUവിന്റെ ചോട്ടിൽ 1 ഇടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ AgNO3 വരുമ്പോൾ ഈ 2 കൊണ്ടുള്ള പരിപാടികളൊന്ന് ശ്രദ്ധിക്കണം. ചാർജ് CU ഒറ്റക്ക് നിൽക്കുന്നവരൊക്കെ 0, ഇവരും 0, +1 -1, CU +2 NO3 -1. ഓക്കെ, ഓക്സിജൻ നിരോക്സിജൻ നേരത്തെ എഴുതി അതേപോലെ തന്നെയാണ് ഇവിടെ, മാറ്റൊന്നുമില്ല. അതായത് ക്രിയാശീലം കൂടിയ ഇവിടെ CU ക്രിയാശീലം കൂടുതൽ CUം ഏജും കമ്പയർ ചെയ്യുമ്പോൾ ക്രിയാശീലം കൂടിയ CU ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, CU2+ +2 ഇലക്ട്രോൺ. ക്രിയാശീലം കുറഞ്ഞ AG, ആ ഏജ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നു, ഏജ് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. AG യഥാർത്ഥത്തിൽ ഇങ്ങനെ വരേണ്ടത് AG +1 ഇലക്ട്രോൺ ഗീവ്സ് AG. പക്ഷെ നമ്മള് ഈ ഇലക്ട്രോണിന്റെ എണ്ണം 2 ഭാഗത്തും ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ 2 കൊണ്ട് ഗുണിച്ചെഴുതും. AG 2AG +2 ഇലക്ട്രോൺ ഗീവ്സ് 2AG. AG എവിടെ വന്നാലും അതിന് മുമ്പിൽ ഒരു 2 ഉണ്ടാവും എന്ന് മിനിമം ഓർക്കുക. ഇനി അതല്ലാതെ കൺഫ്യൂഷൻ ആയി വരികയാണെങ്കിൽ വിട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ എഴുതിയാൽ മതി, സാറിന് പോലെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോ ഇവിടെയും നിങ്ങളോട് ചോദിക്കേണ്ടത് എന്താണ് നിരീക്ഷണം എന്തെങ്കിലുണ്ടോ? AgNO3 ലായനിയിൽ CU മുക്കല്ലേ, അതെന്റെ നിറവ്യത്യാസം എന്തെങ്കിലും ഉണ്ട്? എന്താ അറിയോ? ഈ AgNO3 ലായനി നീല നിറമായി മാറും. ലായനി നീല നിറം. നേരത്തെ ZN2 ലായനി നോക്കിയപ്പോ CSO4 നിറം ഇല്ലാതാവണം, നീല നിറം ഇല്ലാതാവണം. ഇവിടെ ലായനിക്ക് നീല നിറം ഉണ്ടാവണം. എന്തായാലും കാരണം CU ക്രിയാശീലം കൂടിയ CU ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് CU2+ അയോണുകളായിട്ട് ഈ ലായനികൾ വന്നു. ലായനിയിൽ CU2+ അയോൺ ഉണ്ടെങ്കിൽ ലായനിക്ക് എന്ത് നിറം കിട്ടും? നീല നിറം കിട്ടും. അതുകൊണ്ട് AgNO3 ലായനി നീല നിറമായി മാറി. അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ, CU ദണ്ടിന്റെ നിറത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ? CU ദണ്ട് തവിട്ട് നിറല്ലേന്നാ, അതിന്റെ പുറത്തുള്ള ആര് പോയി പറ്റി പിടിക്കുന്നു ഈ രാസപ്രവർത്തനത്തിൽ? Ag സിൽവർ പറ്റി പിടിക്കുന്നു. വെള്ളി സിൽവർ, അപ്പൊ വെള്ള നിറമായി മാറും. എന്ത് നിറാവും? ആര്? CU ദണ്ട്. ഈ രാസപ്രവർത്തനത്തിൽ CU ദണ്ട് വെള്ള നിറമായി മാറും. ഓക്കെ, അപ്പൊ അത് ഓർക്കുക. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ഗാൽവനിക് സെൽ അഥവാ വോൾട്ടായിക് സെല്ലിലേക്ക് പോവാണ്. ഒരു വോൾട്ടായിക് സെല്ല്, ഗാൽവനിക് സെല്ല് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. 2 ഇലക്ട്രോഡുകൾ വേണം, വോൾട്ട് മീറ്റർ വേണം, സാൾട്ട് ബ്രിഡ്ജ് വേണം, കോപ്പർ വയർ ചെമ്പ് കമ്പി വേണം. 2 ഇലക്ട്രോഡുകൾ വേണം എന്ന് പറഞ്ഞാൽ എന്താ ഇലക്ട്രോഡ്? ഒരു ലോഹം, ഒരു മെറ്റൽ, അതിന്റെ തന്നെ ലവണലായി മുക്കുന്നതാണ് ഒരു ഇലക്ട്രോഡ്. അപ്പൊ സിങ്ക് ഇലക്ട്രോഡ് ഉണ്ടാക്കൽ എങ്ങനെയാ? സിങ്ക് ഇതുണ്ട്, ZnSO4 ലായനി തന്നെ മുക്കണം. ഈ ZnSO4 തന്നെ ആവണമെന്നില്ല, Zn ഒരു ലായനി ആയാൽ മതി. ഓക്കെ, അപ്പൊ അത് സിങ്ക് ഇലക്ട്രോഡാണ്. കോപ്പർ ഇതുണ്ട്, കോപ്പർ സൾഫേറ്റ് ലായനി മുക്കിയാൽ അത് കോപ്പർ ഇലക്ട്രോഡാണ്. അങ്ങനെ 2 ഇലക്ട്രോഡ് ഉണ്ടാവണം. ഇനി ലെഡ് ഇലക്ട്രോഡ് ആണെങ്കിലോ
PB അഥവാ ലെഡ് ദണ്ട്, ലെഡ് റോഡ്. PBS ഓഫർ ലൈൻ മുക്കിയാൽ PB ഇലക്ട്രോഡായി. അങ്ങനെ 2 ഇലക്ട്രോഡ് വേണം. ഈ ഇലക്ട്രോഡുകളെ ഒരു കോപ്പർ വയർ ഉപയോഗിച്ച് വോൾട്ട് മീറ്ററുമായി ബന്ധിപ്പിക്കും. ഇലക്ട്രോഡുകൾ ഈ റോഡുമെന്നാണ്, ഈ ദണ്ടുമെന്നാണ് ഈ വയർ ഇങ്ങനെ പോവുക അല്ലെ, വോൾട്ട് മീറ്റർ ദണ്ടുമെന്ന് പോകണം. എന്നാൽ അടുത്ത ആളുണ്ടല്ലോ സാൾട്ട് പിടിച്ച്, ദണ്ടുമെന്നാണോ പോകുന്നത്? അല്ല, 2 ബീക്കറിലെ ലായനിയിൽ തൊട്ട് നിൽക്കണം, ലായനിയിൽ മുക്കി നിൽക്കണം, അല്ല മുകളിൽ ഇങ്ങനെ പൊങ്ങിന്നാ പോരാ. ഓക്കെ, അപ്പൊ ആ ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒരു ഗാൽവനിക് സെല്ല് വോൾട്ടായി സെൽ നിർമ്മിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഒരു ഇലക്ട്രോഡിനെ നമ്മൾ ആനോഡ് എന്നും ഒരു ഇലക്ട്രോഡ് നമ്മൾ കാഥോഡ് എന്നും വിളിക്കുന്നുണ്ട്. ആരെയാണ് ആനോഡ്, ആരെയാണ് കാഥോഡ് എന്ന് വിളിക്കുക? ഓക്സീകരണം നടക്കുന്നതിന്, ഓക്സിഡേഷൻ നടക്കുന്നതിന് ആനോഡ് എന്നും, നിരോക്സീകരണം റിഡക്ഷൻ നടക്കുന്നതിനെ കാഥോഡ് എന്നും വിളിക്കും. അപ്പൊ എന്താണ് ഇതൊക്കെ? അതെങ്ങനെ തിരിച്ചറിയാം എവിടെ ഓക്സീകരണം നടക്കുക, എവിടെയാണ് നിരോക്സീകരണം നടക്കുക എന്നുള്ളത്? ഇപ്പൊ കോപ്പർ ദണ്ടുണ്ട്, സിങ്ക് ദണ്ടുണ്ട്, എവിടെ ഓക്സീകരണം നടക്കും? ക്രിയാശീലം കൂടിയതാരാണോ അവിടെ ഈ ശ്രേണി നമുക്ക് ആവശ്യമാണ്. കോപ്പറും ZN ഉണ്ട്, CU ZN ഉണ്ട്. ആരാ ശ്രേണിന് മുകളിൽ? ZN അല്ലേ? അപ്പൊ ക്രിയാശീലം കൂടിയ ZN ഇലക്ട്രോഡാണ് ആനോഡ്. ആന, ആലോചിക്കുക, ആന ഒരു വലിയ ശക്തിയുള്ള അല്ലെ. അപ്പൊ ക്രിയാശീലം കൂടിയത് ആനോഡ്, അവിടെ ഓക്സീകരണം, ഓക്സിഡേഷൻ നടക്കും, അഥവാ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ക്രിയാശീലം കുറഞ്ഞ ഇലക്ട്രോഡ്, ഈ ആനോഡ് വിട്ടുകൊടുത്ത ഇലക്ട്രോണുകൾ കോപ്പർ കമ്പിയിലൂടെ, വോൾട്ട് മീറ്ററിലൂടെ, കോപ്പർ കമ്പിയിലൂടെ എവിടെ എത്തി? അപ്പുറത്തുള്ള കാഥോഡ്, ആ കാഥോഡിലെ ഉള്ള ലായനിയിലേക്ക് എത്തി. ആ ലായനിയിലുള്ള അയോണുകൾ ആനോഡ് വിട്ടുകൊടുത്ത ഇലക്ട്രോണുകളെ, ഇങ്ങോട്ട് വന്ന ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നു. അവിടെ നിരോക്സീകരണം അഥവാ റിഡക്ഷൻ നടക്കുന്നു. ഓക്സീകരണവും നടന്നു, റിഡക്ഷൻ നടന്നു. നേരത്തെ ഓക്സീകരണവും നിരോക്സീകരണവും എഴുതുന്ന സമവാക്യം പറഞ്ഞിരുന്നു, ഇവിടെ അതേ സമവാക്യം ആവശ്യമാണ്. ആ 2 പ്രക്രിയകളും ഒരുമിച്ച് നടക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ റിഡോക്സ് പ്രവർത്തനം, റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, റിഡോക്സ് റിയാക്ഷൻ, റിഡോക്സ് പ്രവർത്തനം. റിഡോക്സ് പ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതാൻ പറഞ്ഞാൽ ഓക്സീകരണത്തിന്റെയും നിരോക്സീകരണത്തിന്റെയും സമവാക്യങ്ങൾ ഒരുമിച്ച് കൂട്ടി എഴുതിയാൽ മതി അല്ലെ? ഒരുമിച്ച് എഴുതിയാൽ പോരെ? ഇലക്ട്രോണുകൾ വെട്ടിക്കളഞ്ഞതായി സങ്കല്പിക്കുക. ഇവിടെ ആരോ മാർക്കിന് മുമ്പിൽ ZN പ്ലസ്, ഇവിടെ ഇനി ഇവിടെ ആരോ മാർക്കിന് ZN ഉള്ളൂ, ഇവിടെ ആരോ മാർക്കിന് മുമ്പിൽ ഞാനുള്ള Cu2 പ്ലസ് കഴിഞ്ഞു. ഞാൻ ആരോ മാർക്ക് ഇടാണ്, ആരോ മാർക്ക് ഇട്ടു. ഇവിടെ ആരോ മാർക്കിന് ശേഷം ZN2 പ്ലസ്, ഇവിടെ ആരോ മാർക്കിന് ശേഷം Cu. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്ന റിഡോക്സ് പ്രവർത്തനത്തിന്റെ സമവാക്യം, റിഡോക്സ് റിയാക്ഷന്റെ സമവാക്യം. അപ്പൊ ഓക്സീകരണത്തിന്റെ സമവാക്യം എഴുതാൻ അറിയണം, നിരോക്സീകരണം റിഡക്ഷന്റെ സമവാക്യം എഴുതാൻ. ഞാൻ ചോദിക്കാം, ആനോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിന് സമവാക്യം, അപ്പൊ ഓക്സീകരണത്തിന്റെ സമവാക്യം എഴുതാം. കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിന് സമവാക്യം, അപ്പൊ നിരോക്സീകരണ സമവാക്യം എഴുതാം. റിഡോക്സ് പ്രവർത്തനത്തിന് സമവാക്യം എഴുതുക, അവിടെ കൂട്ടി എഴുതാം. ഇനി റിഡോക്സ് പ്രവർത്തനത്തിന്റെ സമവാക്യം എന്ന് ചോദിക്കുന്നതിന് പകരം ഒരു തവണ എക്സാം ചോദിച്ചെന്താ അറിയാം നിങ്ങൾക്ക്? ഈ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കാരണമായ പ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതുക. എങ്ങനെ? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കാരണമായ പ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതുക. അപ്പോഴും എന്താണ്? റിഡോക്സ് പ്രവർത്തനത്തിന്റെ സമവാക്യം. കാരണം ഓക്സീകരണവും നിരോക്സീകരണം രണ്ടും കൂടി നടന്നാലല്ലേ, റിഡോക്സ് റിയാക്ഷൻ നടന്നാലല്ലേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഗാൽവനിക് സെല്ലുകൾ, വോൾട്ടൈക് സെല്ലുകളുടെ കാര്യം ഇതാണ് പഠിക്കേണ്ടത്. പലപ്പോഴും 2 ഇലക്ട്രോഡുകൾ തന്ന് ആരാണ് ആനോഡ്, ആരാണ് കാഥോഡ് ഒരിക്കലും മറക്കരുത്. ശ്രേണിയിൽ മുകളിലുള്ള അഥവാ ക്രിയാശീലം കൂടിയവർ ആനോഡ്, ക്രിയാശീലം കുറഞ്ഞവര് കാഥോഡ്. ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് മാത്രമേ വൈദ്യുതി പ്രവഹിക്കുകയുള്ളൂ. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ടേക്സ് പ്ലേസ് ഓൺലി ഫ്രം ആനോഡ് ടു കാഥോഡ്. തിരിച്ചൊരിക്കലും വരില്ല, കാഥോഡ് നിന്ന് ഇങ്ങോട്ട് വരില്ല. എന്താ വരാത്തത്? ആനോഡല്ലേ ക്രിയാശീലം കൂടിയവരെ, അവരല്ലേ ഇലക്ട്രോണിന് വിട്ടുകൊടുത്തവരെ. ആ വിട്ടുകൊടുത്ത ഇലക്ട്രോൺ അല്ല ആനോഡിന് കാഥോഡിക്ക് പോവുള്ളൂ അല്ലേ? കാഥോഡിന് ക്രിയാശീലം കുറഞ്ഞ അയോണുകൾ ഇലക്ട്രോണിനെ സ്വീകരിക്കുക ചെയ്യുന്നത്. ഗാൽവനിക് സെല്ലുകൾ ക്ലിയർ ആണല്ലോ. അവസാനമായിട്ട് നമ്മൾ വൈദ്യുത വിശ്ലേഷണമാണ് പഠിക്കുന്നത്, ഇലക്ട്രോളിസിസ്. ഒരു ഉരുകിയ അവസ്ഥയിലോ ലായനിയുടെ രൂപത്തിലോ, മോൾട്ടൻ സ്റ്റേറ്റ് ഉരുകിയ അവസ്ഥ, അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷൻ ലായനിയിലൂടെയോ വൈദ്യുതി കടന്നു പോകുമ്പോൾ, ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ ആ ലായനി അല്ലെങ്കിൽ ആ പദാർത്ഥം രാസമാറ്റത്തിന്, കെമിക്കൽ ചേഞ്ചിന് വിധേയമാവുകയാണെങ്കിൽ ആ ലായനിയെ നമ്മൾ, അല്ലെങ്കിൽ ആ പദാർത്ഥം നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്നും, ആ പ്രക്രിയ നമ്മൾ ഇലക്ട്രോളിസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം എന്നും പറയുന്നു.
ആസിഡുകളുടെയും ആൽക്കലിയുടെയും ലവണങ്ങളുടെ ഒക്കെ ലായനികൾ ഇലക്ട്രോലൈറ്റുകളായിട്ട് പ്രവർത്തിക്കാറുണ്ട്. ഖരരൂപത്തിലുള്ള വസ്തുക്കൾ ഇലക്ട്രോലൈറ്റ് ആയി പ്രവർത്തിക്കൂല, വൈദ്യുതിയെ കടത്തിവിടൂല. എന്തുകൊണ്ട്? ഖരരൂപത്തിൽ അയോണുകൾക്ക് ചലന സ്വാതന്ത്ര്യമില്ല. അയോണുകൾക്ക് ചലന സ്വാതന്ത്ര്യമില്ല. ചിലക്കാർ അവിടെ തന്മാത്രയൊക്കെ എഴുതും. മുമ്പ് വാതകം പഠിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്മാത്ര അല്ല, അവിടെ അയോണുകളാണ്. There is no freedom of movement for ions in solid state. So, solid substance they do not conduct electricity. എന്നാൽ അവ ദ്രാവക രൂപത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ചൂടാക്കിയാണ് ഉരുക്കിയാൽ ദ്രാവക രൂപത്തിലേക്കായി അല്ലെ, അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മോൾട്ടൻ സ്റ്റേറ്റിലേക്ക് എത്തി. അപ്പൊ അയോണുകൾക്ക് ചലന സ്വാതന്ത്ര്യം ഉണ്ടാവും. അപ്പൊ അതിലൂടെ വൈദ്യുതി കടത്തിവിടും, അത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് പ്രവർത്തിക്കും. ചോദിക്കാറുണ്ട് കേട്ടോ, എന്തുകൊണ്ട് ഖരരൂപത്തിലുള്ള കറണ്ടിനെ കടത്തിവിടൂല, എന്തുകൊണ്ട് ദ്രാവക രൂപത്തിലുള്ള കറണ്ടിനെ കടത്തിവിടും എന്നൊക്കെ ചോദിക്കാറുണ്ട്. ശ്രദ്ധിക്കാം. ആക്ച്വലി ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണ പ്രക്രിയയും സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണ പ്രക്രിയയും തരുന്നുണ്ട്. അവിടൊക്കെ ആനോഡിലും കാഥോഡിലും നടക്കുന്ന പ്രക്രിയകളും അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കളും എന്തൊക്കെയെന്ന് ഓർക്കുക. ആനോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്നത്, കാഥോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്നത്. ഇവിടെ ഞാൻ ഒരു എളുപ്പവഴി പറഞ്ഞിട്ട് നിങ്ങൾക്ക്, സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ് NaCl, പൊട്ടാസ്യം ക്ലോറൈഡ് KCl. സോഡിയം ക്ലോറൈഡ് ലായനി അഥവാ NaCl സൊല്യൂഷൻ, പൊട്ടാസ്യം ക്ലോറൈഡ് ലായനി അഥവാ KCl സൊല്യൂഷൻ. ഈ പറഞ്ഞ നാലെണ്ണത്തിലും Cl ആണല്ലോ, ക്ലോറൈഡ് ആണല്ലോ. നിങ്ങൾ ഓർക്കേണ്ടത്, ക്ലോറൈഡ് അത് ഉരുകിയതായിക്കോട്ടെ ലായനി ആയിക്കോട്ടെ, എന്താ അത് തമ്മിലുള്ള വ്യത്യാസം? ഉരുക എന്ന് പറഞ്ഞാൽ ചൂടാക്കിയാലും ഉരുകും, ലായനി എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം ചേർക്കുകയാണ്, അപ്പോഴേ ലായനി സൊല്യൂഷൻ ആവുള്ളൂ. ക്ലോറൈഡ് എന്താണെങ്കിലും ആനോഡിൽ സ്വതന്ത്രമാകുന്നത് Cl2 ആണ്, ക്ലോറിൻ വാതകമാണ്. എങ്ങനെ? ഉരുകിയ NaCl ആയാലും ഉരുകിയ KCl ആയാലും NaCl ലായനി ആയാലും KCl ലായനി ആയാലും ആനോഡിൽ Cl2, ഒരു സംശയം വേണ്ട. കാഥോഡിലാണ് മാറ്റം. ലായനി ഈ രണ്ട് NaCl ലായനിയാണെങ്കിലും KCl ലായനിയാണെങ്കിലും ആനോഡിൽ ആനോഡിൽ നമ്മൾ പറഞ്ഞു ക്ലോറിൻ വാതകമാണ്, കാഥോഡിൽ ഹൈഡ്രജൻ ആണ്. കാഥോഡിൽ ഹൈഡ്രജൻ H2 ഉണ്ട് അവിടെ. ലായനി അല്ലാത്ത ഉരുകിയതാണെങ്കിൽ പിന്നെ അവിടെ ഒരു വിഷയമില്ല. കാരണം ആകെ NaCl എന്ന് പറഞ്ഞാല് ഉരുകിയതാണെങ്കിൽ അവിടെ ആകെ 2 അയോണേ ഉള്ളൂ, Na+ അയോണും Cl- അയോണും. വേറൊരു അയോൺ അവിടെ ഇല്ല, ലായനി ഇല്ലല്ലോ. അതുകൊണ്ട് പോസിറ്റീവ് ചാർജ് ഉള്ള Na+ അയോണുകൾ നെഗറ്റീവായ കാഥോഡിലേക്ക് പോകും. അവിടെ കാഥോഡിൽ നടക്കുന്ന പ്രക്രിയ നിരോക്സീകരണം, റിഡക്ഷന് വിധേയമാവും. നെഗറ്റീവായ Cl പോസിറ്റീവായ ആനോഡിലേക്ക് പോകും. ആനോഡിൽ ഓക്സീകരണം നടക്കും, ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. പോസിറ്റീവ് ചാർജ് ഉള്ളവർ നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക്. നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ കാഥോഡാണ്. വൈദ്യുത വിശ്ലേഷണ സെല്ലുകളുടെ കാര്യത്തിൽ അങ്ങനെയാണ്. നെഗറ്റീവ് അയോണുകൾ പോസിറ്റീവായ ആനോഡിലേക്ക് പോകും. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ളവർ കാഥോഡിലേക്കല്ലേ പോണത്. കാഥോഡിലേക്ക് പോകുന്നവരെ കാറ്റയോണുകൾ എന്ന് പറയും. ചില ആൾക്കാർ തെറ്റിക്കാറുണ്ട് എക്സാമിന്. കാറ്റയോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഥോഡുമായി ബന്ധമുണ്ടല്ലോ, കാഥോഡ് നെഗറ്റീവ് അല്ലേ, അപ്പൊ നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺ അല്ലേ കാറ്റയോണുകൾ? അല്ല. കാറ്റയോണുകൾ എന്ന് പറഞ്ഞാൽ കാഥോഡിലേക്ക് പോകുന്നവരാണ്. കാഥോഡിലേക്ക് പോകുന്നവരാരാ? പോസിറ്റീവ് ചാർജ് ഉള്ളവരാണ്. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ളവരാണ് കാറ്റയോണുകൾ. തിരിച്ച് നെഗറ്റീവ് ചാർജ് ഉള്ളവർ ആനോഡിലേക്ക് പോകില്ലേ? ആനോഡിലേക്ക് പോകുന്നവരെ ആനയോണുകൾ എന്ന് വിളിക്കും, ആനയോൺസ്. അപ്പൊ ആനയോൺസ് എന്ന് പറഞ്ഞാൽ ആനോഡ് പോസിറ്റീവ് ചാർജ് ഉള്ള, പോസിറ്റീവ് ചാർജ് ഉള്ളവരാണ് ആനയോൺ എന്ന് പറയുന്നത്. നെഗറ്റീവ് ചാർജ് ഉള്ളവരാണ് ആനോഡിലേക്ക് പോണത്. അതുകൊണ്ട് ആനോഡിലേക്ക് പോകുന്ന നെഗറ്റീവ് ചാർജ് ഉള്ളവരെയാണ് ആനയോണുകൾ എന്ന് വിളിക്കുന്നത്. തെറ്റിച്ച് കളയരുത്. ഓക്കെ, സെല്ലുകൾ അങ്ങനെ പഠിക്കുക. കൂടെ ഈ ചാപ്റ്ററിന്റെ ഫോളോ അപ്പ് ആക്ടിവിറ്റീസിന്റെ ഭാഗത്ത് കോപ്പർ സൾഫേറ്റ് ലായനി, ആസിഡ് ചേർത്ത കോപ്പർ സൾഫേറ്റ് ലായനി പറയുന്നുണ്ട്. ആസിഡ് ചേർത്ത കോപ്പർ സൾഫേറ്റ് ലായനിയെ വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ ആനോഡിലും കാഥോഡിലും അത് പ്രത്യേകം ഒന്ന് പഠിക്കണം. കോപ്പർ സൾഫേറ്റ് Cu2+ ചാർജ് ഉള്ളവരാ അല്ലെ. Cu2+ ചാർജ് ഉള്ളവര് നെഗറ്റീവായ കാഥോഡിൽ സ്വതന്ത്രമാവും. എന്നാൽ ആനോഡിൽ അവിടെ സ്വതന്ത്രമാവണം ആധാരങ്ങൾക്ക് ആരാണ്? ഓക്സിജനാണ്. ആനോഡിൽ ഓക്സിജനാണ്. അതൊന്ന് ഓർക്കണം.
റിയാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് മുഴുവൻ കാണാൻ പഠിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അവിടെ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥങ്ങളെങ്കിലും കാണാൻ പഠിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെ ചോദിക്കും, അതായത് ഇപ്പോ NaCl ലായനി എടുക്കും. NaCl ലായനി, NaCl ലായനിയിലുള്ള അയോണുകൾ ഏതൊക്കെ? NaCl അയോൺ ഏതൊക്കെയാണ്? Na+Cl-. അതുപോലെ OH- H3O+. അപ്പൊ അങ്ങോട്ട് ഇങ്ങനെ ചോദിക്കൂട്ടോ, അതായത് നെഗറ്റീവ് ചാർജ് അയോൺ ഇപ്പൊ ഏതൊക്കെ ഉണ്ടെങ്കിൽ Cl- ഉണ്ട്, OH- ഉണ്ട് അല്ലെ? Cl- OH- അയോൺ 2 അയോൺ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ആനോഡിലേക്ക് Cl- തന്നെ പോയി, OH- പോയില്ല? OH- മൈനസ് അല്ലേ? OH- നെഗറ്റീവ് ചാർജ് അയോൺ അല്ലേ? Cl- അയോൺ ഉണ്ട്, OH- അയോൺ ഉണ്ടല്ലോ ലായനിയില്. എന്തുകൊണ്ട് Cl- അയോണ് തന്നെ ആനോഡിലേക്ക് പോയി, OH- പോയില്ല? എന്താ നിങ്ങൾ എഴുതുക? നിങ്ങൾ എഴുതേണ്ടത് ഏത് ചോദിച്ചു കഴിഞ്ഞാലും അതൊക്കെ പറയേണ്ടത് ആനോഡിക്കല്ലേ പോണത്. ആനോഡിൽ എന്ത് പ്രക്രിയ നടക്കുക? ഓക്സീകരണമാണല്ലോ, ഓക്സിഡേഷൻ. അപ്പൊ നിങ്ങൾ പറയണം Cl- OH- എന്നിവ താരതമ്യം ചെയ്യുമ്പോൾ Cl- OH- എവിടുക്ക പോണത്? ആനോഡിക്ക് അല്ലേ? ആനോഡ് എന്ത് നടക്കുക പ്രക്രിയ? ഓക്സീകരണമല്ലേ? ഓക്സീകരണ പ്രവണത കൂടുതലാണ്, ആനോഡിക്കാണ് പോണത്. അതുകൊണ്ട് ഓക്സീകരണ പ്രവണത കൂടുതലാണ്. ഓക്കെ, Cl- അയോൺ ഹാസ് മോർ ഓക്സിഡേഷൻ ടെൻഡൻസി ദാൻ OH- അയോൺ. നേരെ തിരിച്ചും കൂടി ചോദിക്കണം. Na+ അയോണും H3O+ അയോണും ഉണ്ടല്ലോ, 2 അയോൺ പോസിറ്റീവ് ചാർജ് ഉള്ളത്. Na+ അയോൺ ഉണ്ടായിട്ടും H3O+ അയോൺ ഉണ്ടായിട്ടും ഇത് രണ്ടും കാഥോഡിക്ക് പോവാതെ H2O അഥവാ ജലം കാഥോഡിക്ക് പോയിട്ട് നിരോക്സീകരണം നടക്കാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇതേപോലെ എവിടുക്ക പോണ്? കാഥോഡിക്ക്. എന്താണ് നടക്കുക? നിരോക്സീകരണം. അപ്പൊ പറയാ Na+, H3O+, H2O അഥവാ ജലം എന്നിവ താരതമ്യം ചെയ്യുമ്പോൾ H2O-ക്കാണ് എവിടുക്ക പോണവര്? കാഥോഡിക്കല്ലേ? നിരോക്സീകരണം അല്ലേ? നിരോക്സീകരണ പ്രവണത കൂടുതൽ. ഉത്തരം എഴുതുന്ന രീതിയാണ് കേട്ടോ, മറക്കരുത്. വൈദ്യുത വിശ്ലേഷണം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രായോഗിക ഫലങ്ങളുണ്ട്. പ്രായോഗിക ഫലങ്ങൾ ലോഹങ്ങളുടെ നിർമ്മാണം, അലോഹങ്ങളുടെ നിർമ്മാണം, സംയുക്തങ്ങളുടെ നിർമ്മാണം, അതുപോലെ ലോഹ ശുദ്ധീകരണം അല്ലെ, റിഫൈനിങ് ഓഫ് മെറ്റൽസ്, അതുപോലെ ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം. ഇതൊക്കെ അതിന്റെ പ്രായോഗിക ഫലങ്ങളാണ്. ഓരോ ഭാഗത്ത് എക്സാമ്പിൾ പറയണ്ട. ശ്രേണിയിൽ ആദ്യത്തെ 5 ലോഹങ്ങൾ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം. ഈ 5 ലോഹങ്ങളും. അപ്പോ ഒന്നാമത്തെ പ്രായോഗിക ഫലം ലോഹങ്ങളുടെ നിർമ്മാണല്ലേ? ആ ലോഹങ്ങളുടെ നിർമ്മാണത്തിൽ ഇത്തരത്തിൽ വൈദ്യുത വിശ്ലേഷണത്തിൽ നിർമ്മിക്കുന്ന ലോഹങ്ങൾക്ക് ശ്രേണിയിലെ 5 ആളും എക്സാമ്പിൾ ആയി പറയാം. അലോഹങ്ങളുടെ നിർമ്മാണ ഭാഗത്ത് അവിടെ പറയുന്നുണ്ട് ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ ഇങ്ങനെയുള്ള അലോഹങ്ങളൊക്കെ നിർമ്മിക്കാൻ സഹായിക്കുന്നുണ്ട്. സംയുക്തങ്ങളുടെ നിർമ്മാണം അവിടെ നമുക്കറിയാം ഈ NaCl ലായനി അതുപോലെ KCl ലായനിയും. ഈ ലായനികൾ വൈദ്യുത വിശ്ലേഷണം ഇലക്ട്രോളിസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാതായി മാറിയിട്ടുണ്ടാവും. പിന്നെ അവിടെ ബാക്കിയുള്ള NaCl ലായനി അല്ല, അത് NaOH ലായനിയായി മാറിയിട്ടുണ്ടാവും. KCl ലായനി KOH ലായനിയായി മാറിയിട്ടുണ്ടാവും. അപ്പോ NaOH എന്ന സംയുക്തം KOH എന്ന സംയുക്തം നിർമ്മിക്കാൻ ഈ പ്രക്രിയ വൈദ്യുത വിശ്ലേഷണം ഉപയോഗപ്പെടുത്താം. ലോഹ ശുദ്ധീകരണം അവസാനം കണ്ടൊക്കെ കോപ്പർ കഴിഞ്ഞിട്ടുള്ള സിൽവറും ഗോൾഡും കോപ്പർ അടക്കം ശുദ്ധീകരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രക്രിയ ഉപയോഗപ്പെടുത്താം. അതേപോലെ തന്നെ വൈദ്യുത ലേപനം, ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം, വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് ഒരു ലോഹത്തിന്, ഒരു മെറ്റലിന് പുറത്ത് മറ്റൊരു ലോഹത്തിന്റെ ആവരണം, മറ്റൊരു മെറ്റലിന്റെ കോട്ടിംഗ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആനോഡും കാഥോഡും ആരെടുക്കണം, ആരെയാണ് ആനോഡാക്കി എടുക്കേണ്ടത്, ആരെയാണ് കാഥോഡാക്കി എടുക്കേണ്ടത്, എന്താണ് അവിടെ ഇലക്ട്രോലൈറ്റ് ആക്കി എടുക്കേണ്ടത്? ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ നിർബന്ധമായിട്ടും പഠിക്കാം. ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്ന പ്രക്രിയ ആണല്ലോ. അയൺ ബാങ്കിന് പുറത്ത് കോപ്പർ കോട്ടിംഗ് ഉണ്ടാക്കണം. നിങ്ങള് ഗാൽവനിക് സെല്ല് പഠിച്ചപ്പോ ഗാൽവനിക് സെല്ലിൽ ആനോഡ് നിന്ന് കാഥോഡിക്കല്ലേ ഇലക്ട്രോണുകൾ പോയത്? ഉറപ്പല്ലേ? ക്രിയാശീലം കൂടിയ ആനോഡ് അതിന്ന് കാഥോഡ്. അതുപോലെ നിങ്ങൾ ഇങ്ങനെ അതേപോലെ ഓർമ്മിച്ച് വെക്കാനുള്ള മാർഗമായിട്ട് ആരോടും പറയേണ്ട സ്വകാര്യമാണ്. അതായത് നിങ്ങളിങ്ങനെ വിശദീകരിച്ചത് അങ്ങനെ അതുകൊണ്ടാണെന്നല്ല പറയണത്, ഓർക്കാനുള്ള മാർഗമാണ്. അതായത് കാഥോഡിക്കൽ ഇലക്ട്രോൺ പോയത് അതേപോലെ നമ്മൾ 2 സാധനം ഇങ്ങനെ തൂക്കിയിട്ടാലേ
കാതോടുക്ക് പോയിട്ടാണ് ഒട്ടിപ്പിടിക്കുക, കാതോടിന്റെ പുറത്ത് പോയിട്ട് ഒട്ടിപ്പിടിക്കുക. അപ്പൊ എന്തിന്റെ പുറത്താണോ ആവരണം ഉണ്ടാക്കേണ്ടത് അത് കാതോഡാക്കി എടുക്കണം. എന്തിന്റെ ആവരണമാണ് അതിന്റെ പുറത്ത് ഉണ്ടാക്കേണ്ടത് ആ സാധനമാണ് ഇവിടെ ആനോഡാക്കി എടുക്കേണ്ടത്. അപ്പൊ ഇരുമ്പ് വളയിൽ കോപ്പർ പൂശണമെങ്കിൽ കോപ്പർ ആനോഡ്, ഇരുമ്പ് വള കാതോഡ്. അപ്പൊ കോപ്പർ ഇങ്ങനെ അയോണുകളായിട്ട് ലായനി കൂടി പോയിട്ട് ഇരുമ്പ് വളന്റെ പുറത്ത് ഒട്ടിപ്പിടിക്കും. എന്താ ഇലക്ട്രോലൈറ്റ് ആക്കി എടുക്കേണ്ടത്? ഈ പൂശേണ്ട സാധനമല്ലേ കോപ്പറിൽ പൂശേണ്ടത്. അപ്പൊ കോപ്പറിന്റെ ഒരു ലായനി, കോപ്പർ സൾഫേറ്റോ കോപ്പർ നൈട്രേറ്റോ എന്തോ എടുക്കാം, ആ ലായനി ഇലക്ട്രോലൈറ്റ് ആക്കി എടുക്കേണ്ടത്. ഇവിടെ ആനോഡിലും കാതോഡിലും അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഓക്സീകരണവും നിരോക്സീകരണ പ്രക്രിയ വളരെ എളുപ്പാട്ടോ. അതെന്താ പറയുക, നിങ്ങൾക്ക് രണ്ടും ഈ കോപ്പറിനെ പറ്റി ആനോഡിലുള്ള സാധനത്തെ പറ്റി എഴുതാൻ പാടുള്ളൂ. കാരണം ഇത് ക്രിയാശീലം കൂടിയ ഈ അല്ലെങ്കിൽ ഇത് ഈ ആനോഡിൽ നിന്ന് ഇലക്ട്രോൺ ലായനിക്ക് പോകും. അപ്പോൾ ഇവിടെ ഓക്സിജൻ സമവാക്യം എഴുതാൻ പറഞ്ഞാൽ Cu gives, ഇങ്ങനെ സമവാക്യം എഴുതാം, Cu gives Cu2 plus 2 ഇലക്ട്രോൺ. ഓക്കെ. നിരോക്സീകരണ സമവാക്യം എഴുതാൻ പറഞ്ഞാലോ, നിരോക്സീകരണ സമവാക്യം, ഈ നിരോക്സീകരണ സമവാക്യം എഴുതാൻ പറഞ്ഞാൽ ഇവര് തന്നെ ഇപ്പൊ ഈ ലായനിക്ക് ഇവര് വന്നില്ലേ, Cu ഈ തൂക്കിയിട്ട ചെമ്പ് തകിട് അതിൽ നിന്നും കോപ്പർ അയോണുകൾ ലായനിക്ക് എത്തി അല്ലെ. ഈ ലായനി കൂടി ഇവരിങ്ങനെ കാതോഡിക്ക് പോവണം. ആരാ കാതോഡ്? ഇരുമ്പോള. ആ ഇരുമ്പോളയിൽ കാതോഡിൽ പോയിട്ട് ഇവരെന്ത് ഈ Cu2+ അയോണുകൾ ഇലക്ട്രോണെ സ്വീകരിച്ച് കോപ്പർ ആറ്റമായിട്ട് അയം അടിഞ്ഞുകൂടും, ഇരുമ്പോള പുറത്ത് അടിഞ്ഞുകൂടും. ഓക്കെ. അപ്പൊ ഈ സമവാക്യം തിരിച്ചെഴുതിയ നിരോക്സീകരണ സമവാക്യമായി. ഒരിക്കലും അവിടെ ഇരുമ്പ് വെച്ചുകൊണ്ട് ഒന്നും എഴുതാൻ പാടില്ല കേട്ടോ. അവിടെയുള്ള നിരോക്സീകരണ സമവാക്യം എഴുതാൻ പറഞ്ഞത് ഇതേ സമവാക്യം തിരിച്ചെഴുതിയ നിരോക്സീകരണത്തിന്റെ സമവാക്യമായി. ഓക്കെ, തെറ്റിക്കരുത്. ആനോഡും കാഥോഡും ഇലക്ട്രോലൈറ്റും ഓക്സീകരണത്തിന്റെ സമവാക്യവും നിരോക്സീകരണത്തിന്റെ റിഡക്ഷന്റെ സമവാക്യവും. ഇനി അടുത്തതായിട്ട് വെള്ളിയോ സ്വർണമോ ആണ് നമുക്ക് പൂശേണ്ടതെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഇലക്ട്രോലൈറ്റ് ഏതാണ് എന്നുള്ളൊരു കോളം ടെക്സ്റ്റിൽ പറയുന്നു. ഒരിക്കലും വിട്ടുപോകരുത്, ചോദിക്കും. പഠിക്കാൻ 2 മാർക്കുണ്ട്. ഒന്നുകില് സയനൈഡ് വെച്ചുള്ള കാര്യം പറയാം, സയനൈഡ് അല്ലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ കോളം അത് പഠിക്കുക, ഇഷ്ടമുള്ള രൂപത്തിൽ പഠിക്കുക. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്ററിൽ. പിന്നെ ഇലക്ട്രോപ്ലേറ്റിംഗ് ഉപയോഗപ്പെടുത്തിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ക്രോമിയം പൂശിയ, വെള്ളി പൂശിയ പാത്രങ്ങൾ, ക്രോമിയം പൂശിയ ഇരുമ്പ് കൈപ്പിടികൾ എന്നൊക്കെ പറഞ്ഞു 2 ഉദാഹരണം പറയുന്നുണ്ട്. എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗം, ഇലക്ട്രോപ്ലേറ്റിംഗ് കൊണ്ടുള്ള ഉപയോഗം എന്താ? 2 പോയിന്റ് പറയുന്നുണ്ട്. ഒന്ന്, ഭംഗി കൂട്ടുന്നതിന് വേണ്ടി അല്ലെ. അതേപോലെ തന്നെ ലോഹനാശനം തടയാൻ വേണ്ടി, ടു പ്രിവെന്റ് കൊറോഷൻ, ലോഹനാശനം തടയാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട ഭാഗം. പോയിന്റുകൾ മറക്കരുത്. ഈ പോയിന്റുകൾ പഠിച്ചിട്ടല്ലാതെ ആരെങ്കിലും എക്സാമിന് പോയ അടിയാണ്. ഓക്കെ, നല്ല മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരൊറ്റ ചോദ്യത്തിനും നിങ്ങൾ തെറ്റായ ഉത്തരം എഴുതാൻ പാടില്ല. തെറ്റായ ഉത്തരം എഴുതാനാണ് കുട്ടികളെ പ്രയാസം. ഇങ്ങനൊക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ തെറ്റായ ഉത്തരം എഴുതണം, നിങ്ങൾ എത്ര റിസ്ക് എടുക്കണം നിങ്ങൾ അല്ലെ, എത്ര റിസ്ക് എടുത്തിട്ട് നിങ്ങൾ തെറ്റിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തെറ്റിക്കൂല, നന്നായിട്ട് നിങ്ങൾ എഴുതും, നല്ല മാർക്ക് വാങ്ങും. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തിരിച്ച് ഞങ്ങൾക്കുള്ള നിങ്ങളുടെ ഒരു റിവാർഡാണ്, നിങ്ങളുടെ ഒരു നന്ദി വാക്കാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ചുവന്ന നിറത്തിൽ താഴെ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മുകളിൽ കാണുന്ന ഷെയർ ബട്ടൺ ഉപയോഗിച്ച് ആ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ താഴെ ആഡ് എ കമന്റ് എന്ന ഭാഗത്ത് അങ്ങനെ പോയി താഴേക്ക് പോയി എഴുതി രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചു നിർത്തുന്നു.